السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم أعفنا واعف عنا. اللهم إنا نسألك العفو والعافية والمعافاة. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اهدنا وسددنا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ പേരുകളിൽ അൽ മലിക്, അൽ മലീക്, അൽ മാലിക് തുടങ്ങിയ പേരുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അൽ മലിക്, മലിക് എന്ന അള്ളാഹുവിൻ്റെ പേര് 5 തവണ 5 ഇടങ്ങളിൽ വന്നതായി കാണാം. മലീക് എന്ന റബ്ബിൻ്റെ പേര് ഒരു തവണ സൂറത്തു അൽ ഖമറിലെ അവസാന ഭാഗത്ത് വന്നതായി കാണാം. ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഹർ ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന ആയത്തിൽ. മലിക് എന്ന പേരിൻ്റെ അർത്ഥം നമ്മിൽ പലർക്കും അറിയാവുന്നതുപോലെ യഥാർത്ഥ രാജാവ് എന്നാണ്. മലീഖ് എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ മുൽക്ക് എന്ന വിശേഷണത്തെ അറിയിക്കുന്നതാണ് ആ പേര്. അള്ളാഹുവിൻ്റെ ഏത് പേരിലും ഒന്നോ അതിലധികമോ അള്ളാഹുവിൻ്റെ സിഫത്തുണ്ടാകും, റബ്ബിൻ്റെ വിശേഷണങ്ങളുണ്ടാകും. മലിക് എന്ന പേരിൽ, അതുപോലെ മലീഖ് എന്ന പേരിലുള്ള വിശേഷണം മുൽക്ക് എന്ന വിശേഷണമാണ്, അഥവാ അധികാരം. മാലിക് എന്നാൽ ഉടമസ്ഥൻ എന്നാണ്. അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം, അതിന് മിൽക്ക് എന്ന് പറയും. അള്ളാഹു മലിക്കുമാണ്, അതുപോലെ മാലിക്കുമാണ്. അവൻ യഥാർത്ഥ രാജാവാണ്, അതുപോലെ അവൻ ഉടമസ്ഥനുമാണ്. എന്താണ് മാലിക്കിൻ്റെയും മലിക്കിൻ്റെയും വ്യത്യാസം? എല്ലാ മലിക്കും, എല്ലാ രാജാവും മാലിക്കാകണമെന്നില്ല, അതുപോലെ മാലിക്ക് മലിക്കാകണമെന്നില്ല. എന്നാൽ അള്ളാഹു മാലിക്കും മലിക്കുമാണ്. അഥവാ ചില ആളുകളുണ്ടാവും, അവൻ മാലിക്കായിരിക്കും, ഉടമസ്ഥനായിരിക്കും. അവൻ്റെ ഉടമസ്ഥതയിൽ സ്വത്തുക്കളുണ്ടാകും, വീടുണ്ടാകും, പറമ്പുണ്ടാകും, വാഹനങ്ങളുണ്ടാകും. പക്ഷെ അവൻ അതിൻ്റെ മലിക്കല്ല, രാജാവല്ല. കാരണം അവൻ ഉടമസ്ഥനായിട്ടുകൂടി അവൻ്റെ മേൽ പല ബാധ്യതകളും അവൻ്റെ സ്വത്തിൽ തന്നെ ചുമത്താൻ ഭരണാധികാരിക്ക് സാധിച്ചേക്കും. കാര്യം നമ്മുടെ സ്വത്താണ്. പക്ഷേ ഭരണാധികാരി അതിനു മുകളിൽ ചില വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ തീരുമാനിച്ചാൽ, ചില നിയമങ്ങൾ വെക്കാൻ തീരുമാനിച്ചാൽ ഉടമസ്ഥനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. അതാണ് മാലിക്കിൻ്റെ, ഉടമസ്ഥൻ്റെ അവന് സംഭവിക്കുന്ന ചില അവൻ്റെ അധികാരത്തിൽ വരുന്ന വിള്ളലുകൾ. അതാണ്. അതുപോലെ തന്നെ ചില മലിക്കുകൾ ഉണ്ടാകും. രാജാവായിരിക്കും, പക്ഷെ അത് പേരിന് മാത്രമുള്ള രാജാവായിരിക്കും, യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. കടലാസിൽ മാത്രം അയാൾ രാജാവായിരിക്കും. ഈ ആധുനിക കാലത്ത് പോലും ചില രാജ്യങ്ങളിൽ അങ്ങനെ പേരിന് രാജാവിനെയും രാജ്ഞിയും ഒക്കെ നിർത്തും. ഒരാൾക്ക് അധികാരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ പഴയ പാരമ്പര്യം എന്ന നിലക്ക് ഒരാളെ രാജാവെന്നും ഒരാളെ രാജ്ഞിയെന്നും ഒക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ രാജാധികാരം ഒരിക്കലും ഇങ്ങനെയല്ല. അവൻ യഥാർത്ഥ മലിക്കാണ്. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്. അള്ളാഹു യഥാർത്ഥ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എത്രയോ ഉന്നതനാകുന്നു. അള്ളാഹു രാജാവാണ്, അവൻ യഥാർത്ഥ ഉടമസ്ഥനാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരത്തിൽ ആകാശവും ഭൂമിയും എല്ലാം അവൻ്റെതാണ്. അതിൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. അവനെ ചോദ്യം ചെയ്യാനോ അവനെ തടസ്സപ്പെടുത്തുവാനോ ഒരാളും തന്നെയില്ല. അതുപോലെ രാജാവെന്ന് പറഞ്ഞാൽ അത് ഖുവ്വത്ത് അറിയിക്കുന്ന പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി ആ മലിക് എന്ന പേരിലൂടെ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ അങ്ങേയറ്റം ശക്തിയുള്ളവനാണ്, അവൻ അങ്ങേയറ്റം ഇസ്സത്തുള്ളവനാണ്, ഏറ്റവും പ്രതാപമുള്ള രാജാവാണവൻ. അവൻ അങ്ങേയറ്റം ഖുദ്റത്തുള്ള രാജാവാണ്, ഏറ്റവും കഴിവുള്ളവനാണ് റബ്ബ്. അതുപോലെ അവൻ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന മലിക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്. അവൻ്റെ യുക്തി അനുസരിച്ച്, അവൻ്റെ പരിപൂർണമായ യുക്തി അനുസരിച്ചാണ് അവൻ്റെ അധികാരത്തിൽ എല്ലാം പ്രവർത്തിക്കുന്നത്. അവൻ ഉദ്ദേശിച്ചതെന്തോ അത് നടപ്പിലാക്കുന്ന മലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം അവൻ കാരുണ്യമുള്ളവനാണ്, അവൻ അങ്ങേയറ്റത്തെ ദയയുള്ളവനാണ്. നോക്കൂ, മുകളിലുള്ള പ്രപഞ്ചം, താഴെയുള്ള അള്ളാഹു സൃഷ്ടിച്ച ഇടങ്ങൾ, ഇതിലെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ് നടപ്പിലാക്കുന്നത്. അവർ ഈ ലോകത്തെയും പരലോകത്തെയും മലിക്കാൻ, ഈ ലോകത്തെയും പരലോകത്തെയും മലിക് അള്ളാഹുവാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് എന്താണ്? മാലിക് യൗമിദ്ദീൻ. മറ്റൊരു പാരായണം, മറ്റൊരു ആയത്ത്, മറ്റൊരു ഖിറാഅത്ത് ആ ആയത്തിനുള്ളത് മലിക് യൗമിദ്ദീൻ എന്നാണ്. അവൻ യൗമുദ്ദീനിൻ്റെ മാലിക്കാണ്, അതുപോലെ മലിക്കുമാണ്. ആഖിറത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. എന്തിനാണ് പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറഞ്ഞത്? അവൻ ഈ ദുനിയാവിൻ്റെ മാലിക്കല്ലേ? ആണ്. അത് തൊട്ടു മുമ്പിലുള്ള ആയത്തുകളിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ ആലമീനിൻ്റെ മുഴുവൻ റബ്ബാണ്. എന്നാൽ അവൻ പരലോകത്തെ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ മുൽക്ക് എന്താണെന്ന് അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന, ഒരാളും ഒരധികാരവും അവകാശപ്പെടാത്ത നാളാണത്. ലിമനിൽ മുൽക്കുൽ യൗം. അന്ന് ചോദിക്കപ്പെടും, ആർക്കാണ് ഇന്നത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അള്ളാഹുവിന്, ഏകനായ, എല്ലാം അടക്കി ഭരിക്കുന്ന അധിപതിയായ അള്ളാഹുവിൻ്റെതാണ് എല്ലാ അധികാരവും എന്ന് പറയപ്പെടും. ഈ ലോകത്തെ അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. പരലോകത്തെ അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക് അള്ളാഹുവിന് മാത്രമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഏതൊരു കാര്യത്തിനും, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. പരലോകത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ. ഇന്ന് യഥാർത്ഥ അധികാരം റഹ്മാനായവന് മാത്രമാണ്. ഇന്ന് യഥാർത്ഥ അധികാരം റഹ്മാനായ അള്ളാഹുവിന് മാത്രമാണ്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ അധികാരമുള്ളവരും അതുപോലെ അവകാശമുള്ളവരും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പക്ഷേ ഈ ഭൂമിയിൽ നമ്മുടെ അവകാശത്തിന് കീഴിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഇതെൻ്റെതാണെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹു തന്നതാണ്. അത് ഇസ്തിഖ്ലാഫ് ചെയ്തത്, അഥവാ അത് അനന്തരമായി നമുക്ക് തന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ തന്നതേ നമ്മുടെ കയ്യിലുള്ളൂ, അല്ല ആരുടെയും കയ്യിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം സഹോദരങ്ങൾ, നമ്മുടെ കയ്യിലുള്ള അധികാരമാകട്ടെ അവകാശമാകട്ടെ അതെല്ലാം ന്യൂനത നിറഞ്ഞതാണ്. അതിലൊക്കെ ന്യൂനതയുണ്ട്. അതുപോലെ അത് ആപേക്ഷികമാണ്. ഒരാളുടെ കയ്യിൽ അയാളുടെ അവകാശത്തിന് കീഴിൽ എത്രയുണ്ടെങ്കിലും അയാളുടെ കയ്യിൽ ഇല്ലാത്തതിനെ തട്ടിച്ചു നോക്കിയാൽ അതൊന്നുമല്ല. ഈ ലോകത്തെ വലിയൊരു മുതലാളി നിങ്ങൾ എടുത്തു നോക്കൂ. അയാളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, വലിയ സമ്പത്ത്. സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വപ്നം കാണുന്ന തരത്തിലാണ് അയാളുടെ ജീവിതം എന്ന് സങ്കല്പിച്ചു നോക്കൂ. വലിയ സ്വത്ത്, ഒരുപാട് മനുഷ്യരുടെ കയ്യിലുള്ള സ്വത്ത് എടുത്തു നോക്കിയാൽ മാത്രം അയാളുടെ കയ്യിലുള്ളത്
ആവുകയുള്ളൂ. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അയാളുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും തട്ടിച്ചു നോക്കിയാൽ ഏതാണ് വലുത്? അയാളുടെ കയ്യിലുള്ളത് ഒന്നുമല്ല, പുറത്തുള്ളത് തട്ടിച്ചു നോക്കിയാൽ. എന്നുമാത്രമല്ല സഹോദരങ്ങളെ, അത് അയാൾക്ക് ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അള്ളാഹു അത് അയാൾക്ക് നൽകിയതാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അള്ളാഹു നിങ്ങളെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് യാതൊന്നും അറിയുകയില്ല. ആ അവസ്ഥയിൽ ഒന്നുമല്ലാത്തവനായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത്. ശരി, ഈ കൊടാനുകൂടി സ്വത്തുള്ള മനുഷ്യനും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതാണ് മനുഷ്യൻ്റെ മിൽക്കിൻ്റെ, അവൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ സ്ഥിതി. അതാണ്. എത്ര വലുതവൻ്റെ കയ്യിലുണ്ടെങ്കിലും അവന് അതിൽ നിലനിൽപ്പില്ല. അതെന്നും അവൻ്റെ കയ്യിലല്ല, ഉപേക്ഷിച്ചവൻ പോണം, ലാ മഹാല. അതല്ലാതെ ഒരു മനുഷ്യൻ, ഒരു മുതലാളിയും ഒരു അധികാരിയും ഒരു രാജാവും ലോകത്തില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരമോ അവൻ്റെ ഉടമസ്ഥാവകാശമോ ഇങ്ങനെയാണോ? ഒരിക്കലുമല്ല. അവൻ്റെതാണ് എല്ലാം, അവൻ്റെതാണ് എന്നുമെല്ലാം. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ഉടമസ്ഥതയിലുള്ളത്, അത് യഥാർത്ഥത്തിൽ നമ്മുടേതാണെങ്കിലും അതിൻ്റെ എല്ലാ നിയന്ത്രണവും നമ്മുടെ കയ്യിലല്ല. ശരി, അയാൾ ജീവിച്ചിരിക്കുന്ന ആരോഗ്യവാനായ ആൾക്ക്, ബുദ്ധിയുള്ള ആളുടെ കയ്യിൽ സ്വത്തുള്ള സമയത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള ന്യൂനതകൾ ഒന്നും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇനി നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ പുറത്തുള്ളത് തട്ടിച്ചു നോക്കിയാൽ അയാളുടെ കയ്യിലുള്ളത് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ എല്ലാ നിലക്കുമുള്ള അവകാശം അയാൾക്ക് അതിലില്ല. രണ്ട് നിലക്ക് അയാൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ശർഈയായ നിയന്ത്രണം. അയാളൊരു മുസ്ലിമാണോ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെതാണ് സ്വത്ത് എന്ന് പറഞ്ഞ് തോന്നിയത് ചെയ്യാൻ അയാൾക്ക് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നിശ്ചയിച്ച, നിയമമാക്കിയതനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിയന്ത്രണം അത് എങ്ങനെയുള്ളതാണ്? അത് ഖദരിയായ നിയന്ത്രണമാണ്. അത് മുസ്ലിമാകട്ടെ കാഫറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരു കൊടുങ്കാറ്റയച്ച് അവൻ്റെ സ്വത്ത് നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞു. കൈവെട്ടി നോക്കി നിൽക്കാനല്ലാതെ അവനൊന്നും സാധിക്കുകയില്ല. എത്രയോ മുതലാളിമാർ, വലിയ വലിയ പണക്കാർ ഒന്നുമില്ലാത്തവരായി ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ വരെ എത്തിയ ചരിത്രം എത്രയോ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. നോക്കൂ, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഉടമസ്ഥാവകാശം അത് അപേക്ഷികമാണ്, അത് വളരെ കുറവാണ്. മറ്റുള്ളത് ഇല്ലാത്തത് തട്ടി നോക്കിയാൽ. അതുപോലെ അതില്ലാത്ത കാലമുണ്ടായിരുന്നു, ഇനിയും ഇല്ലാത്ത കാലം വരും. അതുപോലെ അത് നിയന്ത്രണ വിധേയമാണ്, നമ്മുടെ കയ്യിലല്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ദുനിയാവിൽ നമ്മുടെ കയ്യിലുള്ള ഉടമസ്ഥാവകാശത്തിൻ്റെ കാര്യം. അതുപോലെ അധികാരത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒരാൾ രാജാവാണ്, ഒരാൾ ഒരു സ്ഥലത്തെ ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ ധാരാളം ന്യൂനതകളുണ്ട്. അയാൾ മുമ്പ് അതില്ലാത്ത ആളായിരുന്നു, അതുപോലെ അത് നഷ്ടപ്പെടും. ലോകം തുടങ്ങിയത് മുതൽ അവസാനം വരെ അവന് ഭരിക്കാൻ സാധ്യമല്ല. അവൻ്റെ ജീവിതകാലം മുഴുവൻ പോലും അവൻ അധികാരിയല്ല, അല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതുപോലെ അവൻ രോഗിയാവുകയോ വല്ലാതെ വയസ്സാവുകയോ ചെയ്താൽ പേരിന് മാത്രമായിരിക്കും ഭരണാധികാരി, കാര്യങ്ങളൊക്കെ വേറെ പലരും ചെയ്യും. എത്രയോ ഭരണാധികാരികൾ, അവൻ ഭരണാധികാരിയാണ്, പക്ഷെ അവൻ ഭീതിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇതാരാണ് നാളെ അട്ടിമറിക്കുക എന്നാലോചിച്ചുള്ള ഭീതിയിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അധികാരിയാണോ? ഒരിക്കലുമല്ല. അതുപോലെ ഇത് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ, കയ്യിൽ യാതൊന്നുമില്ലാതെ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട രംഗം ഓരോ അധികാരിക്കും വരും. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. പരലോകത്ത് മനുഷ്യൻ പറയുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എൻ്റെ പക്കൽ നിന്ന് നശിച്ചുപോയി. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ്റെ മുൽക്കഥ വെളിപ്പെടുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യത്വിസ് സമാഅ വയഖ്ബിദുൽ അർദ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും. ഖുർആനിൽ കാണാം, കതയ്യിസ് സിജില്ലി ലിൽ കുതുബ്,
പുസ്തകത്തിൻ്റെ കടലാസുകൾ ചുരുട്ടുന്നത് പോലെ. യാ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ആകാശങ്ങളെ അള്ളാഹു ചുരുട്ടി പിടിക്കും. വയഖ്ബിദുൽ അർദ ബിയമീനിഹി, ഭൂമിയെ അള്ളാഹു അവൻ്റെ വലതു കയ്യിലെടുക്കും. ഭൂമി അള്ളാഹു അവൻ്റെ വലതു കയ്യിലെടുക്കും. വയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക്, അനൽ മലിക്, ഞാനാണ് യഥാർത്ഥ രാജാവ്. ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ പോയി? ഇത് നാളെ പരലോകത്ത് നടക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു മലിക്കാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിലുൾപ്പെടും. അതുപോലെ അവൻ്റെ മുൽക്കിന് കീഴിലുള്ളതാണ് എല്ലാം, എല്ലാ പടപ്പുകളും. അവൻ മലിക്കാണെങ്കിൽ പടപ്പുകൾ മുഴുവൻ അവൻ്റെ മംലൂക്കുകളാണ്, അവൻ്റെ മംലൂക്കുകളാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അധികാരത്തിന് കീഴിലുള്ളവർ മാത്രമാണ്. അങ്ങേയറ്റം അവനിലേക്ക് ആവശ്യക്കാരാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അവനവൻ്റെ കാര്യം അവനവൻ്റെ കയ്യിലില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു അധികാരി ഉണ്ടെങ്കിൽ അയാളുടെ അധികാര പരിധിക്ക് പുറത്തൊരു സ്ഥലമുണ്ടാകും, ആളുകൾ അങ്ങോട്ടേക്ക് രക്ഷപ്പെടും. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ആരെങ്ങോട്ട് പോകും? എവിടേക്കും പോകാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപദ്രവം നമ്മിൽ നിന്ന് തടുക്കണം, ഉപകാരം നമുക്ക് നൽകണം. ഇതിന് ആവശ്യക്കാരാണ് നമ്മളെല്ലാവരും. وتبارك الذي له ملك السماوات والأرض وما بينهما وعنده علم الساعة وإليه ترجعون. الله പറയുന്നു, وتبارك الذي له ملك السماوات والأرض وما بينهما, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലിടയിലുള്ളതിൻ്റെയും അധികാരം, മുൽക്ക് ആരുടെ കയ്യിലാണോ അവൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മയും നിറഞ്ഞവനാകുന്നു. വഇൻദഹു ഇൽമുസ്സാഅ, അവൻ്റെ അരികിലാണ് അന്ത്യദിനത്തെക്കുറിച്ചുള്ള അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവുള്ളത്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അതുപോലെ നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വകഅയ്യിൻ മിൻ ദാബത്തിൻ ഫിൽ അർദി ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. വകഅയ്യിൻ മിൻ ദാബ, ഭൂമിയിൽ എത്ര ജന്തുക്കളുണ്ട്. ലാ തഹ്മിലു റിസ്ഖഹ, അതിൻ്റെ റിസ്ക് അത് വഹിക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ, അല്ലാഹു ആണ് അതിന് റിസ്ക് നൽകുന്നത്. വഇയ്യാകും, നിങ്ങൾക്കും റിസ്ക് നൽകുന്നത്, അന്നവും വെള്ളവും ജീവനോപാധിയായ എല്ലാം നൽകുന്നത്. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു ആണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെതാണ് എല്ലാ മുൽക്കും എന്ന് പറഞ്ഞാൽ ഈ മുൽക്കിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അവൻ തീരുമാനിച്ചതെന്തോ, അവൻ തീരുമാനിച്ച കാര്യം എന്താണോ അതാണ് നടപ്പിലാക്കപ്പെടുക. നിയന്ത്രണം മുഴുവൻ റബ്ബിൻ്റെ കയ്യിലാണ്. അവൻ്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കും. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് അത് വിധിക്കും. അത് ചോദ്യം ചെയ്യാനോ തടയാനോ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അവൻ ഹിക്മത്തോടെ അല്ലാതെ ഒന്നും ചെയ്യുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം യഥാർത്ഥത്തിൽ നന്മയാണ്. അത് ആപേക്ഷികമായി അതിൽ ചില പ്രയാസങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും, രണ്ട് നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് മൂന്ന് നിലക്ക് നടപ്പിലാവുക. ഒന്ന് പ്രാപഞ്ചികമായ വിധി, അവൻ തീരുമാനിച്ചാലാണ് ആളുകൾ ജീവിക്കുന്നത്, മരിക്കുന്നത്, ജനിക്കുന്നത് എല്ലാം. അതുപോലെ ശറഅ് അവൻ്റെതാണ്, ദീൻ അവനാണ് തീരുമാനിക്കുക. ഇത് രണ്ടും സഹോദരങ്ങളെ ഖുർആനിൽ അള്ളാഹു പലതവണ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണത്. അതായത് പ്രാപഞ്ചികമായി ഈ ലോകത്തെ വിധി ആരാണ് വിധിക്കുന്നത്? അള്ളാഹുവാണ്. അതേ റബ്ബിനാണ് ഈ ലോകത്ത് ദീൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. നമ്മൾ ഓരോരുത്തരും ജനിച്ചത് നമ്മൾ തീരുമാനിച്ചിട്ടാണോ? അല്ല. നമ്മൾ ഇന്ന രാജ്യത്ത് ഇന്ന സമയത്ത് നമ്മൾ ജനിക്കണം, ഇന്ന ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കളായി നമ്മൾ ജനിക്കുക. ആരാണ് തീരുമാനിച്ചത്? അള്ളാഹുവാണ് തീരുമാനിച്ചത്. നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണം? അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. രാത്രി ആകുന്നതും പകലാക്കുന്നതും, രാത്രി കൊണ്ടുവരുന്നതും പകലിനെ കൊണ്ടുവരുന്നതും റബ്ബാണ്. എങ്കിൽ ആ റബ്ബ് തീരുമാനിക്കും എങ്ങനെ നമ്മൾ ജീവിക്കണം. ഖദർ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് വിധിക്കുന്നതെങ്കിൽ ശറഉം അല്ലാഹു തന്നെ വിധിക്കും. അതാണ് ഇസ്ലാം. ചുരുക്കി പറഞ്ഞാൽ രണ്ടിലും വിധി അള്ളാഹുവിൻ്റെതാണ്. അതുപോലെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇതിനുള്ള പ്രതിഫലം അതും അള്ളാഹുവാണ് തീരുമാനിക്കുക. ആരൊക്കെ സ്വർഗത്തിൽ ആരൊക്കെ നരകത്തിൽ, അള്ളാഹുവിൻ്റെ ഹുക്കും
അള്ളാഹുവിൻ്റെ വിധിയാണ് നടപ്പിലാക്കുക. ഇതെല്ലാം അവൻ്റെ മുൽക്കിൻ്റെ ഭാഗമാണ്. അവൻ യഥാർത്ഥ രാജാവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവനാണ് നൽകുന്നവൻ, അവനാണ് തടയുന്നവൻ, അവനാണ് ആദരിക്കുന്നവൻ, അവനാണ് അപമാനിക്കുന്നവൻ. അള്ളാഹു ഒരുവനെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആദരിക്കാൻ ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവാണ് അധികാരം നൽകുന്നവൻ, അതെടുത്തു നീക്കുന്നവൻ. റബ്ബ് സുബ്ഹാനഹു വ തആല രാജാവാണ്, അവൻ കോപിക്കും. അള്ളാഹു രാജാവാണ്, അവൻ തൃപ്തിപ്പെടും. റബ്ബ് അവൻ ആർക്കാണോ ഇസ്സത്തിന് അർഹതയുള്ളത് അവർക്ക് ഇസ്സത്ത് നൽകും. ആർക്കാണോ അപമാനത്തിന് അർഹതയുള്ളത് അള്ളാഹു അവർക്ക് അപമാനം വിധിക്കും. അതാണ് സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, മുൽക്കിൻ്റെ എല്ലാ അധികാരത്തിൻ്റെയും അധിപനായവനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവന് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവനിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് അന്തസ്സ് നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇത് അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചേ നടക്കുകയുള്ളൂ. മാത്രമല്ല, ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു തീരുമാനിച്ചത് നടക്കുകയുള്ളൂ. അള്ളാഹു രേഖപ്പെടുത്തിയതേ നടക്കുകയുള്ളൂ. 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ നടക്കുകയുള്ളൂ. അള്ളാഹു ഒരാൾക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ജനിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ അള്ളാഹു തീരുമാനിച്ച സമയത്തിൽ നിന്നൊരു നിമിഷം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടും നീങ്ങാത്ത അങ്ങനെയുള്ള മലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, അവൻ ഈ ലോകത്ത് കാര്യങ്ങൾ നടപ്പിലാക്കുക എങ്ങനെയാണ്? തസറുഫ മലിക്കിൻ ഖാദിറിൻ ഖാഹിറിൻ ആദിലിൻ റഹീമിൻ, അങ്ങനെയുള്ള രാജാവാണവൻ. അതായത് എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അടക്കി ഭരിക്കുന്ന, ഏറ്റവും നീതിമാനായ, ഏറ്റവും കരുണയുള്ള മലിക്, അങ്ങനെയുള്ള രാജാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ എനിക്കുമുണ്ട് അധികാരം എന്ന് പറയാനോ ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യം. അള്ളാഹുവിൻ്റെ മുൽക്ക് പറഞ്ഞുകൊണ്ട്, പടപ്പുകൾക്ക് ഈ മുൽക്കിൽ നിന്ന് യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പല ഇടങ്ങളിലും അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം, അതായത് അള്ളാഹുവാണ് യഥാർത്ഥ മലിക്, അവൻ്റെതാണ് എല്ലാ അധികാരവും. മറ്റുള്ളവരുടെ കയ്യിൽ സ്വന്തത്തിൻ്റെ ഉപകാരോപദ്രവങ്ങൾ പോലും നമ്മുടെ കയ്യിലല്ല. അങ്ങനെയുള്ളവരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, നോക്കൂ, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുസ്റഫൂൻ. സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക്, അവൻ്റെതാണ് എല്ലാ അധികാരവും, ലാ ഇലാഹ ഇല്ലാഹു. മുൽക്ക് പറഞ്ഞ ഉടനെ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഫഅന്നാ തുസ്റഫൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? അതുപോലെ നോക്കൂ, സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞത്, ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്താണ്. അതിന്റെ ബാക്കി എന്താ? ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം, യഥാർത്ഥ രാജാവായ അള്ളാഹു ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല, ആരാധനക്ക് അർഹനില്ല. റബ്ബുൽ അർശിൽ കരീം, ഏറ്റവും മാന്യമായ അർശിന്റെ റബ്ബായവൻ. അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്നത് യാതൊന്നും കയ്യില്ലാത്ത ആളുകളെയാണ്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിന് പുറമെ ചില ഇലാഹുകൾ അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യഖ്ലുഖൂന ശൈഅൻ, ഒന്നിനെയും അവർ സൃഷ്ടിക്കുകയില്ല. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരൊക്കെ പടപ്പുകളാണ്. പടപ്പല്ലാത്ത ആരുണ്ട്? അള്ളാഹു അല്ലാത്ത എല്ലാം മഖ്ലൂഖാണ്. വലാ യംലികൂന ലിഅൻഫുസിഹിം, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ പോലും അവരുടെ മിൽക്കിലില്ല, അവരുടെ കയ്യിലില്ല. ദർറ വലാ നഫഅ, ഉപകാരമോ ഉപദ്രവമോ. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, ജീവിതമോ മരണമോ പുനരുദ്ധാനമോ അവരുടെ കയ്യിലല്ല. സുബ്ഹാൻ, അള്ളാഹുവിൻ്റെ നബിമാരുടെ സ്ഥിതി ഇതാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ അംബിയായിൻ്റെ സ്ഥിതി ഇതാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? നോക്കൂ, സൂറത്തു
ഫാത്തിറിലെ മുവഹിദുകളായ ആളുകൾ ധാരാളം തവണ കേട്ടിട്ടുള്ള ആയത്താണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ആയത്ത് യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വയുഖ്രിജു വസഖറ അശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. മുവഹിദുകൾ ആവർത്തിച്ച് പഠിക്കേണ്ട, ജനങ്ങൾ കേൾപ്പിക്കേണ്ട ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിലും. അവൻ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച കാലപരിധിയിലേക്ക്, അള്ളാഹു ഉദ്ദേശിച്ച കാലം അത്രയും അത് നീങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ദാലികും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവൻ്റെതാണ് അധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഖിത്മീറിന്റെ പോലും മിൽക്ക് അവരുടെ കയ്യിലില്ല. ഖിത്മീർ എന്താ? ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള പാടയാണ്. അതിൻ്റെ പോലും മിൽക്ക് ഇല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ എത്രമാത്രം വലിയ അബദ്ധത്തിലാണുള്ളത്. ശേഷം എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരാകട്ടെ, നബിയോ വലിയോ മലക്കോ ജിന്നോ കല്ലോ മരമോ ആരാകട്ടെ. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാലും മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറിനെ പോലെ, കാര്യം ഏറ്റവും നന്നായി അറിയുന്ന റബ്ബിനെ പോലെ ഒരാളും നിനക്ക് ഈ വിവരം പറഞ്ഞു തരികയില്ല. അതുപോലെ അള്ളാഹു പറഞ്ഞത് നോക്കൂ, ഇത് സൂറത്തു സബയിലെ 22-23 ആയത്തുകളാണ്. ഷിർക്കിൻ്റെ അടിവേററുക്കുന്ന ആയത്ത് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്, ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഷിർക്കിൻ്റെ അടിവേര് തകർത്ത് കളയുന്ന ആയത്ത്. കാരണം ഷിർക്കിൻ്റെ ആളുകൾ കടിച്ചു തൂങ്ങുന്ന എല്ലാ അവലംബങ്ങളെയും തകർത്ത് കളയുന്നു ഈ ആയത്ത്. അള്ളാഹു പറയുന്നു, ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, പറയൂ നബിയെ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ജൽപ്പിക്കുന്ന ആരൊക്കെ ഉണ്ട് അവരൊക്കെ നിങ്ങൾ വിളിച്ചു നോക്കൂ. ലാ യംലികൂന മിസ്ഖാല ദർറ, ഒരു മിസ്ഖാലു ദർറ, ഒരു അണുമണി പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഇല്ല, അധികാരമില്ല. പിന്നെന്താണ് ഉണ്ടാകാൻ അവർക്ക് ന്യായമായി പറയാനുള്ളത്? പോട്ടെ, അധികാരം വേണ്ട, ഒരു പങ്കെങ്കിലും, അധികാരത്തിൻ്റെ ഒരു ഷെയറെങ്കിലും. അള്ളാഹു പറയുന്നു ആയത്തിന്റെ ബാക്കി എന്താണ്? വമാ ലഹും ഫീഹിമാ മിൻ ശിർക്ക്, അതിൽ രണ്ടിലും ഒരു അധികാരത്തിന്റെ ഒരു പങ്ക് പോലും അവർക്കില്ല. ഇനി പോകട്ടെ, അധികാരമില്ല, അധികാരത്തിന്റെ പങ്കുമില്ല, ഒരു സഹായിയായിട്ട് അള്ളാഹു അവരെ വിളിച്ചിട്ടുണ്ടോ? വമാ ലഹു മിൻഹും മിൻ ദഹീർ, അള്ളാഹു അവരിൽ നിന്നൊരാളെയും സഹായിയായി വെച്ചിട്ടില്ല, ഒന്നും അവരുടെ കയ്യിലില്ല. ഇനി എന്താണ് ആകെ ഉള്ളത്? അള്ളാഹുവിനോട് പറഞ്ഞൊന്ന് വാങ്ങിത്തരാൻ. എന്താണ് അടുത്ത ആയത്ത്? വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്, അള്ളാഹു അനുവാദം നൽകിയവർക്കല്ലാതെ അവൻ്റെ അരികിൽ ശുപാർശ പ്രയോജനപ്പെടുകയില്ല. ഷിർക്കിൻ്റെ ആളുകൾ കടിച്ചു തൂങ്ങുന്ന സകല അവലംബങ്ങളും തകർന്നു പോയിരിക്കുന്നു. ഈ ന്യായങ്ങളാണ് ഏത് കാലത്തും ഷിർക്കിൻ്റെ ആളുകൾക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ശുപാർശ ചെയ്തു തരും ഇവർ. ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങൾ ഇവരോട് കാര്യം പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. ഇല്ല, അള്ളാഹു അനുവാദം നൽകിയവരെ അവൻ്റെ അരികിൽ ശുപാർശ ചെയ്യുകയുള്ളൂ. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയേ ശുപാർശയുള്ളൂ. പിന്നെന്താണ് ശുപാർശ കൊണ്ടുള്ള പ്രയോജനം? ശുപാർശക്കാരന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നാളെ പരലോകത്ത് ഒരു ആദരവ് നൽകുന്നു. അതുപോലെ മുഅ്മിനുകൾക്കത് പ്രയോജനപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എൻ്റെ ശഫാഅത്ത് നാളെ പരലോകത്ത് പ്രയോജനപ്പെടുക ആർക്കാൻ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയത്തിലൊരു കലർപ്പുമില്ലാതെ പറഞ്ഞവനാണ്. ശിർക്കിൻ്റെ കലർപ്പ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നാളെ പരലോകത്ത് നിനക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ അശ്ശഫാഅത അബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വ അഹ്ലനാ ഇൻ ദാഅ യാ സയ്യിദി ഖൈറൻ നബി, മങ്കൂസ് മൗലിദിലെ വരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചു തേടുന്നു. അത് തേടിയവന് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നഷ്ടപ്പെടും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്തായിരിക്കും നാളെ പരലോകത്താണ് അവൻ വരിക. നമ്മൾ പറഞ്ഞല്ല, അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടണോ, നീ ലോകത്ത് മരണം വരെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എങ്കിൽ നിനക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും. മുഅ്മിനുകളുടെ ശുപാർശ ലഭിക്കും, മലായികത്തിന്റെ ശുപാർശ ലഭിക്കും. സകല ശുപാർശയും അവസാനിച്ചാൽ അള്ളാഹു പറയും, ശഫഅത്തുൽ അംബിയ, നബിമാർ ശുപാർശ പറഞ്ഞിരിക്കുന്നു, മലായികത്ത് ശുപാർശ പറഞ്ഞിരിക്കുന്നു. ഇനി അർഹമുർ റഹീമീൻ മാത്രമാണ് ബാക്കിയുള്ളത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ശുപാർശയുമില്ലാതെ മുവഹിദുകളെ, തൗഹീദ് ഹൃദയത്തിലുള്ളവരെ, ശിർക്ക് കലരാത്തവരെ, അവരുടെ പാപങ്ങളുടെ പേരിൽ നരകത്തിൽ അവർ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ ഒടുവിൽ മോചിപ്പിക്കും. ഒരു പാപത്തെയും നിസാരമായി നമുക്ക് കാണാൻ പാടില്ല, നരകത്തെ നിസാരമായി കാണാൻ പാടില്ല. അത് നമുക്ക് സഹിക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ ശിർക്കിൻ്റെ ഗൗരവവും തൗഹീദിൻ്റെ മഹത്വവും നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഷഫാഅത്ത് നോക്കൂ, അള്ളാഹുവിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഒരു പടപ്പിനോടോ തേടാവതല്ല. അവരുടെ ആരുടെ കയ്യിലും ഒരു മിൽക്കുമില്ല, ഒന്നും കയ്യിലില്ല. നബിയോട് അള്ളാഹു പറയാൻ കൽപ്പിച്ച എന്താണ്? ഖുൽ, പറയൂ നബിയെ, ലാ അംലികു ലിനഫ്സി, നബിയെ പറയൂ നബിയെ, എൻ്റെ കാര്യത്തിൽ ഉപകാരമോ ഉപദ്രവമോ എൻ്റെ കയ്യിലില്ല. സൂറത്തുൽ ജിൻ എടുത്തു നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുക. അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കണം, മുൽക്കുള്ള റബ്ബ്, യഥാർത്ഥ മലിക്കായ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഈ പേര് മലിക്, അതുപോലെ മലീക്, മാലിക്, ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള യഥാർത്ഥ റജ, അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാകണം. കാരണം അവനെ അല്ലാതെ നമുക്ക് പ്രതീക്ഷ വേണ്ട, അവൻ്റെ കയ്യിലാണെല്ലാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലാ തർജു ഇല്ലാ റബ്ബക്, നിന്റെ റബ്ബിനെ അല്ലാതെ നിനക്ക് പ്രതീക്ഷ വേണ്ട. വലാ തഖാഫു ഇല്ലാ ദംബക്, നിന്റെ പാപങ്ങളെക്കുറിച്ചല്ലാതെ നിനക്ക് പേടിയും വേണ്ട. അതാണ് നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുക. പ്രതീക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ. അള്ളാഹു ഏത് പ്രയാസം നിനക്കുണ്ടോ അത് കണ്ണിമ വെട്ടുന്ന നേരത്ത്, ആ നേരം കൊണ്ട് അല്ല, അതിനേക്കാൾ നേരത്തെ, അതിനേക്കാൾ എളുപ്പത്തിൽ അത് നീക്കാൻ അള്ളാഹു വിചാരിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ സാധിക്കും. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൽ യഥാർത്ഥ തവക്കുലാക്കുക, അള്ളാഹുൽ യഥാർത്ഥ തവക്കുൽ, യഥാർത്ഥ ഭരമേൽപ്പിക്കൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക. മലിക്കായ, യഥാർത്ഥ മലിക്കായ റബ്ബെനിക്കു മതി, ഹസ്ബി അള്ളാഹ് എന്ന് നീ പറയുക. മുഅ്മിനീങ്ങൾ അവർ ഭയപ്പാടിൽ, ആളുകളെല്ലാം അവർക്കെതിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാണ് എന്ത്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ പറഞ്ഞ വാക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടും, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങളൊക്കെ ഇതാ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, ഫഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞ വാക്കെന്താ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, നിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് യഥാർത്ഥ മലിക്, അവനാണ് യഥാർത്ഥ മലീക്, മാലിക് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഏത് പേരുകളും അവൻ്റെ വിശേഷണങ്ങളും പഠിച്ചാലും അതിൻ്റെ ഫലം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅത ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 100-ൽ നിന്ന് കുറച്ചാൽ 99 നാമങ്ങളുണ്ട്. ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദീകരണം മുമ്പുള്ള അസ്മാഉൽ ഹുസ്നയുടെ ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കാണാതെ പഠിക്കുക എന്നതല്ല. അത് പഠിക്കുക നല്ലതാണ്, അള്ളാഹുവിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് കൊണ്ട് ഉള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതനുസരിച്ച് നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട്. വഫഖനില്ലാഹു ഇയ്യാക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.